ഫ്രം ദി കനാൽസ് ത്രൂ ദ റിവർ ടു ദ സീ. കായലിൽ നിന്ന് നദിയിലൂടെ കടലിലേക്ക്. ഇത് എൻ്റെ അമ്മ ഗീത എബ്രഹാമിൻ്റെ ഒരു വിഷ്വൽ ബയോഗ്രഫിയാണ്. ദിസ് ഈസ് ത്രൂ ഹർ ഡോട്ടേഴ്സ് ലെൻസ്. ഒരു മകളുടെ കാഴ്ചപ്പാടിലൂടെ അങ്ങനെയാണ് ഈ ബയോഗ്രഫി പോകുന്നത്. എ വിഷ്വൽ ബയോഗ്രഫി ഓഫ് മിസ്സിസ് ഗീത എബ്രഹാംസ് എക്സ്ട്രാ ഓർഡിനറി ലൈഫ്. എൻ്റെ അമ്മയുടെ ജീവിതത്തിലോട്ടുള്ള ഒരു സമർപ്പണമാണ്. അതും അല്ലാതെ ദിസ് ഈസ് എ ട്രിബ്യൂട്ട് ടു മൈ ഗ്രാൻഡ് ഫാദേഴ്സ്, ദ ചെമ്രിക്കാട്ട് ബ്രദേഴ്സ്. അവർ തുടങ്ങിയ ബസ് സർവീസിന്, മയിൽവാഹനം ബസ് സർവീസിന് ഒരു ട്രിബ്യൂട്ട്. 1930s തുടങ്ങിയതാണ്. ഇപ്പോൾ 90+ ഇയേഴ്സിൻ്റെ സെലിബ്രേഷനാണ് ഈ ഒരു വർഷമാകുമ്പോൾ. അതൊന്ന്. പിന്നെ രണ്ടാമത് തീർച്ചയായിട്ടും എൻ്റെ ഗ്രാൻഡ് പേരൻസ് CA എബ്രഹാം ആൻഡ് അന്നമ്മ എബ്രഹാം, അവർക്കും ഒരു ട്രിബ്യൂട്ട്. കാരണം അവർ പകർന്നു നൽകിയ ആ ഒരു നന്മയുടെ പാഠങ്ങളും ഒരു ഫാമിലി, ശരിക്കും ഫാമിലി, കുടുംബം എന്ന് പറയുമ്പോൾ തന്നെ ഇറ്റ് ഷുഡ് ബി എ നെസ്റ്റ്, അല്ലാതെ ഒരു കേജ് ആവരുത്. ഒരു നെസ്റ്റ് ആയിരിക്കണം ഫാമിലി. ഈ നല്ല ഫാമിലിയിൽ നിന്നാണ് നല്ല ആരോഗ്യകരമായിട്ടുള്ള വ്യക്തികൾ വരുന്നത്. ഗീത എബ്രഹാം മയിൽവാഹനം മോട്ടോഴ്സിൻ്റെ ഒരു മാനേജിങ് പാർട്ട്ണറാണ്. ഷൊർണൂർ, അത് ഒരു ഫേമസ് ബസ് ഇൻഡസ്ട്രിയാണ്. 1930s അത് ആരംഭിച്ചത്. ആൻഡ് ഫ്രം ദാറ്റ് എൻ്റെ ഫാദറിനോട് ഏറ്റവും മൂത്ത ജ്യേഷ്ഠൻ എന്ന് പറഞ്ഞാൽ അവർ 20 വയസ്സ് ഡിഫറൻസ് ഉണ്ട്. അദ്ദേഹമാണ് കോഴഞ്ചേരിയിൽ നിന്ന് ഷൊർണൂർ എന്ന ദേശത്തേക്ക് കടന്നു വന്നത്. അവിടെ അന്ന് ബസ് സർവീസ് ഒന്നും ഇല്ലായിരുന്നു. ഇറ്റ് വാസ് അണ്ടർ മദ്രാസ് റീജൻസി. നമ്മുടെ കേരളം എന്ന് പറയുന്നത് നമുക്കറിയാം, 44 നദികളും 34 കായലുകളും കുളങ്ങളും പുഴകളും തോടുകളും ഒക്കെയുള്ള മനോഹരമായിട്ടുള്ള ദൈവത്തിൻ്റെ സ്വന്തം നാടായിട്ടുള്ള കേരളത്തിൽ, ഏറ്റവും കൂടുതൽ വാട്ടർ ബോഡീസ് ഉള്ള കേരളത്തിൽ നടന്ന ഒരു കുഞ്ഞ് കഥയാണ്, അതായത് എൻ്റെ അമ്മയുടെ കഥയാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ഇത് ഒരു അമ്മയുടെ മാത്രം കഥയല്ല, ഇതൊരു നാടിൻ്റെ കഥയാണ്. നാട് എന്ന് പറയുമ്പോൾ ഷൊർണൂർ, അവിടെയുള്ള നാട്ടുകാരുടെ, കലാകാരന്മാരുടെ, ഓരോ വ്യക്തിക്കും ഒരു കഥയുള്ളതുപോലെ തന്നെ ഓരോ നാടിനും ഒരു കഥയുണ്ട്. അപ്പോൾ ഷൊർണൂർ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ആദ്യം ഓർമ്മ വരുന്നത് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ, കേരള കലാമണ്ഡലം, ഭാരതപ്പുഴ, നിലാനദി, വള്ളത്തോൾ മ്യൂസിയം. അതുപോലെ തന്നെ അവിടെ വളരെ പ്രശസ്തമാണ് ആയുർവേദ. ഇപ്പം എൻ്റെ ഷൊർണൂരെ വീട്ടിൻ്റെ തൊട്ടടുത്ത ഞങ്ങളുടെ അയൽവക്കക്കാരെന്ന് പറയുന്നത് തന്നെ മാധവ ഫാർമസി, ആയുർവേദ അതിൻ്റെ ഉടമസ്ഥരാണ്. അപ്പോൾ ആയുർവേദത്തിനും അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം ഫിലിം ഷൂട്ടിങ്ങിനും ഏറെ പ്രാധാന്യമുള്ള ഒരു മേഖലയാണ്. അപ്പോൾ അവിടെ തന്നെ ഏറ്റവും പുരാതനമായിട്ടുള്ള നാടൻ കലാരൂപങ്ങളുണ്ട്. റിച്വലിസ്റ്റിക് ആർട്ട് ഫോംസ്, അതായത് പൂതനൻ തിറ, ഭഗവതി വേർഷിപ്പിൻ്റെ ഭാഗമായിട്ട് ആണ് ഇത് അവതരിപ്പിക്കുന്നത്. അതുപോലെ തന്നെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള തോൽപ്പാവക്കൂത്ത്, നിഴലാട്ടം, ഷാഡോ പപ്പട്രി. പത്മശ്രീ KK രാമചന്ദ്ര പുലവരും അദ്ദേഹത്തിൻ്റെ കുടുംബവും കൂടെ ഈ ഒരു കലാരൂപം സംരക്ഷിക്കാനായിട്ട് എടുക്കുന്ന ആ ഒരു പ്രയത്നം ശരിക്കും പ്രോത്സാഹനീയമാണ്. കാരണം ഓരോ നാടിനും അതിൻ്റേതായിട്ടുള്ള പൈതൃകം, ഹെറിറ്റേജ്, സംസ്കാരം, കൾച്ചർ ഇതൊക്കെയുണ്ട്. ഇത് നഷ്ടപ്പെടാതെ ഇതിൻ്റെ നന്മയോടുകൂടെ നമ്മൾ വരും തലമുറയ്ക്ക് കൈമാറേണ്ടിയിരിക്കുന്നു. ഓരോ പഴമയിലും അതിൻ്റെ നന്മയും പുതുമയുമുണ്ട്. അതാണ് നമ്മളെ നല്ല വ്യക്തിത്വങ്ങളാക്കുന്നതും നമുക്ക് ജീവിക്കാനുള്ള ഊർജവും പ്രചോദനവും ഒക്കെ തരുന്നത്. അപ്പം ഞാൻ ഈ വിഷ്വൽ ബയോഗ്രഫിയിൽ തോൽപ്പാവക്കൂത്തിലൂടെ എൻ്റെ അമ്മയുടെ കഥ പറയാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്.
എൻ്റെ അമ്മയും അച്ഛനും സ്ഥിരമായി സായാഹ്നങ്ങളിൽ നടന്നുകൊണ്ടിരുന്ന ഒരു പാടം, മനോഹരമായിട്ടുള്ള ഒരു പാടമുണ്ട്, ചുടുവാലത്തൂർ പാടം. അവിടെയാണ് ഞാൻ ഈ പൂതനും തിറയും ഒരു ഓർമ്മയായി നടന്നു വരുന്നതായി ഞാൻ എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ പാലക്കാട് ഒറ്റപ്പാലം ആ ഭാഗത്ത് വളരെ വിഖ്യാതമായിട്ടുള്ള ഒരു പൂരമാണ് ചെനക്കത്തൂർ പൂരം. അപ്പൊ അവിടെ പൂരങ്ങളിലെ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ കുതിരയാണ് അവിടെ കൂടുതൽ ഈ പൂരത്തിനായിട്ട് ഉപയോഗിക്കുന്നത്. ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു വിഷ്വൽ ട്രീറ്റാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ ഈ വള്ളുവനാടിൻ്റെ ഭംഗി, ഭാരതപ്പുഴയും ആറ്റുവഞ്ചിയും അതുപോലെ തന്നെ അവിടെയുള്ള വാഴാലിക്കാവും പൂരവും പൂതനൻ തിറയിലൂടെ ഞാൻ എൻ്റെ അമ്മയുടെ കഥയാണ് പറയാൻ ശ്രമിക്കുന്നത്. ആലപ്പുഴയിൽ നിന്നും ഭാരതപ്പുഴയുടെ വള്ളുവനാടിൻ്റെ മരുമകളായി വന്ന ഗീത എബ്രഹാമിൻ്റെ കഥ. ഇപ്പം 1952 ആലപ്പുഴയിലാണ് എൻ്റെ അമ്മ ജനിച്ചത്. പ്രശസ്തമായിട്ടുള്ള വള്ളക്കാലിൽ കുടുംബത്തിലാണ് അമ്മ ജനിച്ചത്. പെരുമാൾ ജേക്കബ് വള്ളക്കാലിൻ്റെയും കുഞ്ഞുഞ്ഞമ്മ ജേക്കബിൻ്റെയും 4ാമത്തെ മകളായി. അതുകൊണ്ട് തന്നെ ഏറെ താലോലിച്ച് സ്നേഹിച്ച് കൊച്ചുവാവ എന്നാണ് വിളിച്ചിരുന്നത്. എൻ്റെ അമ്മയുടെ സൈഡിലെ എല്ലാ റിലേറ്റീവ്സും അമ്മയെ കൊച്ചുവാവ എന്ന് തന്നെയാണ് മരണം വരെ വിളിച്ചിരുന്നത്. അപ്പോൾ അമ്മയുടെ പേര് ആ സമയത്ത് മേരി ജേക്കബ് എന്നായിരുന്നു. അവിടെയുള്ള സെൻറ്റ് ജോസഫ് സ്കൂളിൽ പഠിക്കുകയും സെൻറ്റ് ജോസഫ് കോളേജിൽ പിന്നീട് പഠിക്കുകയും അങ്ങനെ 1974 കല്യാണത്തിന് ശേഷം എൻ്റെ അച്ഛൻ CA എബ്രഹാം, എല്ലാവരും സ്നേഹത്തോടു കൂടി തമ്പാച്ചൻ എന്ന് വിളിക്കുന്നു, അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഭാര്യയായി ഷൊർണൂറിൽ കടന്നു വരുന്നു. അപ്പോൾ ഈ ആലപ്പുഴയിലെ ഏറ്റവും നല്ല കുട്ടിക്കാലമായിരുന്നു. അമ്മയുടെ സിബ്ലിങ്സ്, മൂത്ത ചേച്ചി പ്രേമി, പിന്നെ റീന, പിന്നെ 3ാമത്തെ സഹോദരൻ തോമാച്ചൻ, ഇവരുടെയൊക്കെ കൂടെ വളരെ നല്ലൊരു കുട്ടിക്കാലം. കസിൻസും റിലേറ്റീവ്സും ആൻറ്റിമാരും, പിന്നെ എൻ്റെ അപ്പൻ്റെ, അതായത് എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ അമ്മ മാനമ്മച്ചി എനിക്ക് ഓർമ്മയുണ്ട്. മാന്നാറിൽ തറവാടൊക്കെ ഉണ്ടായിരുന്നു. അമ്മച്ചിയും ആലപ്പുഴയിലെ ഈ ഒരു തറവാട്ടിലുണ്ടായിരുന്നു. അപ്പം എനിക്കും നല്ല ഓർമ്മകളാണ്. അതുപോലെ തന്നെ എൻ്റെ അമ്മയ്ക്ക് ഏറെ പ്രിയമായിട്ടുള്ള ഒരു തറവാടായിരുന്നു ആലപ്പുഴയിലെ ആ തറവാട്. അതുകൊണ്ട് തന്നെ കല്യാണശേഷവും ആ തറവാട് പലതവണ സന്ദർശിക്കുകയും അവിടെ താമസിക്കുകയും അവിടെ നിന്നുകൊണ്ട് കടൽ കാണാൻ പോവുകയും ഒക്കെ ചെയ്യുന്നു. പിന്നെ എനിക്കും ആലപ്പുഴയിലെ ആ തറവാടുമായിട്ട് ഒരു ഇമോഷണൽ കണക്റ്റ് ഉണ്ട്. 1999 ഞാൻ ശരിക്കും എൻ്റെ ഹസ്ബൻഡ് ജോർജ് കെ നൈനാനെ പരിചയപ്പെടുന്നത് ആ വീട്ടിൽ വെച്ചാണ്. ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കുട്ടിക്കാലം എല്ലാം കഴിഞ്ഞിട്ടാണ് അമ്മ ഷൊർണൂറിൽ വരുന്നത്. അപ്പോൾ അവിടെ ചെമ്മരിക്കാട്ട് CA എബ്രഹാമിൻ്റെയും അന്നമ്മ എബ്രഹാമിൻ്റെയും മരുമകളായി. അപ്പോൾ അവിടെ വന്നപ്പോൾ ശരിക്കും അമ്മ മൂത്ത മരുമകളായിരുന്നു. കാരണം എൻ്റെ അച്ഛനാണ് 4 മക്കളിൽ ഏറ്റവും മൂത്തത്. 2ാമത്തെ അനിയൻ ഡോക്ടർ രാജൻ, 3ാമത്തത് ഒരു സിസ്റ്ററാണ് മേരിക്കുട്ടി ആൻറ്റി, 4ാമത്തത് ഡോക്ടർ CA തമ്പി. അങ്ങനെ മൂത്ത മരുമകളായിട്ട് അമ്മ വന്നു. ആ സമയത്ത് ശരിക്കും 6-7 ബസ്സേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഏറ്റവും വലിയൊരു വളർച്ചയാണ് ഞങ്ങളുടെ ബസ് സർവീസിൻ്റെ കണ്ടത്. 1990s കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ബസ് സർവീസ് 120ഓളം ബസ്സുകൾ ഞങ്ങൾക്കുണ്ടായിരുന്നു. ആ സമയത്താണ് അവിടുത്തെ ഒരു ലാൻഡ് ലോർഡ് മന്നത്ത് രാമൻ നായർ ഒരു ബസ്സിൻ്റെ ഐഡിയ എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ ബ്രദറിന് CA മാത്യുവിന് സജഷൻ കൊടുക്കുന്നത്. അങ്ങനെ ഒരു ബസ് തുടങ്ങി. അതിന് മയിൽവാഹനം എന്ന് പേരിട്ടു. പേരിടാൻ ഒരു പ്രത്യേക കാരണമുണ്ട്. അവിടത്തെ ഏറ്റവും പ്രിയപ്പെട്ട ദൈവമായിരുന്നു മുരുകൻ. മുരുകൻ്റെ വാഹനമാണ് മയിൽ. അതുകൊണ്ട് തന്നെ മയിൽ വാഹനം എന്ന് പേരിട്ടാൽ അവിടെയുള്ള നാട്ടുകാരുടെ ഇടയിൽ ഒരു അംഗീകാരവും അക്സെപ്റ്റൻസും ഒക്കെ ലഭിക്കും. അങ്ങനെ അന്ന് പേരിട്ടതാണ് ഇന്നും ആ ഒരു ഇപ്പോൾ സെലിബ്രേറ്റിംഗ് 90+ ഇയേഴ്സ് ഓഫ് മയിൽ വാഹനം ജേർണി. അങ്ങനെ ഏറ്റവും കൂടുതൽ ബസ് റൂട്ട്സും ബസ് സർവീസും ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ള സർവീസും അട്ടപ്പാടി പോലെയുള്ള ഉൾഗ്രാമങ്ങളിലേക്കൊക്കെ എത്തിപ്പെട്ട ഒരു ബസ് സർവീസ്. ഇപ്പോഴും 5 ബസ്സുണ്ട്. അതെൻ്റെ അച്ഛൻ CA എബ്രഹാം തമ്പാച്ചൻ നടത്തുന്നു. അതുപോലെ തന്നെയാണ് എൻ്റെ അമ്മയും അച്ഛനും കൂടെ ചേർന്ന് തുടങ്ങിയ മയിൽവാഹനം ഇൻഡസ്ട്രീസ്. കാസ്റ്റ് അയൺ, അതായത് ഇരുമ്പ് ഉരുക്കിയുള്ള ഒരു വ്യവസായം, ഫൗണ്ടറിയും ഫോർജിങ്, ഇങ്ങനെയുള്ള സ്കിൽഡ് വർക്കേഴ്സ് ഏറെയുള്ള മേഖലയാണ് ഷൊർണൂർ.
അപ്പോൾ ഇതിന് ഈ അപ്പച്ചട്ടിയും ചീനച്ചട്ടിയും ദോശക്കല്ലും പിക്കാക്സ്, മമ്മട്ടി, സ്പേഡ് ഇതൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറി. ഇത് മയൂര എന്ന ബ്രാൻഡിലാണ് നമ്മൾ ഇത് ഇറക്കുന്നത്. അങ്ങനെ 1974 എൻ്റെ അച്ഛനും അമ്മയും എല്ലാവരും അങ്ങനെ ഒരു ടീം വർക്ക്, ഒരു ഫാമിലി ആയിട്ട് തുടങ്ങിയ ഒരു സംരംഭം. സയൻറ്റിഫിക് വേ കൂടെയാണ് നമ്മൾ ആ മെഷീനറി എല്ലാം സെറ്റ് ചെയ്തത്. അതുകൊണ്ട് നല്ല പോളിഷ്ഡ് ആയിട്ടുള്ള ഐറ്റംസ് നമുക്ക് കുവൈറ്റ് വരെ എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഹു ഹാവ് ബീൻ വിത്ത് മയിൽവാഹനം ഇൻഡസ്ട്രീസ്. ഞാൻ ഈ ഒരു നിമിഷം ഏറ്റവും നന്ദിയോടുകൂടി സതീശൻ എന്ന് പറയുന്ന ഞങ്ങളുടെ എംപ്ലോയി ഓർക്കുന്നു. അദ്ദേഹം 1974 മുതൽ ഞങ്ങളുടെ ഫാക്ടറിയിലുള്ളതാണ്. ഗീതാമ്മയുടെയായിട്ടൊരു 47 കൊല്ലത്തെ പരിചയമുണ്ട്. പിന്നെ ഇത് എന്തെങ്കിലും ആവശ്യങ്ങൾക്കൊക്കെ പറഞ്ഞാൽ മാഡം എല്ലാം സാധിച്ചു തരും. എന്തുണ്ടെങ്കിലും നമ്മുടെ വ്യക്തിപരമായിട്ടോ അല്ലെങ്കിൽ കമ്പനിയുടെ കാര്യങ്ങളോ പറഞ്ഞിട്ട്. പിന്നെ കഴിഞ്ഞ 10 കൊല്ലമായിട്ട് ദിവസം ഒരു പ്രാവശ്യമെങ്കിലും വിളിക്കും ദിവസവും. എൻ്റെ ഒരു ഓർമ്മയിൽ ഞങ്ങളുടെ ആ ഒരു വീട് പാലക്കാട് ജില്ലയിലെ തന്നെ ഏറ്റവും ലാർജ് സ്കെയിൽ ഗാർഡന് നമ്പർ 1 കിട്ടിയ ഗാർഡനാണ്. കാരണം ഗാർഡനിങ്ങിലാണെങ്കിലും പാചകത്തിലാണെങ്കിലും ഈ ഒറേറ്ററി സ്കിൽസ് ആണെങ്കിലും എല്ലാത്തിലും അമ്മയ്ക്ക് അമ്മയുടേതായിട്ടുള്ള ഒരു കയ്യൊപ്പുണ്ടായിരുന്നു. ഷൊർണൂർ റോട്ടറി 2013 തുടങ്ങി. അതിൻ്റെ ഏറ്റവും നല്ല ആക്റ്റീവായിട്ട് പ്രസിഡൻ്റായിട്ടും ബെസ്റ്റ് റോട്ടറി ആയിട്ടും അതുപോലെ തന്നെ അസിസ്റ്റൻറ്റ് ഗവർണറായിട്ടും എല്ലാ മേഖലയിലും അമ്മ തിളങ്ങി നിന്നു. അമ്മ ഏതൊരു മേഖലയിൽ കൈവച്ചോ അതിലൊക്കെ ഒരു വിന്നറായിരുന്നു. ആൻഡ് ഷി വാസ് ഓൾസോ എ 2-time ക്യാൻസർ സർവൈവർ. 2 തവണ ക്യാൻസർ വന്നു. പക്ഷെ അതൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് അമ്മ മുന്നോട്ട് പോയത്. ഷൊർണൂർ റോട്ടറിയെ സംബന്ധിച്ച് ഞങ്ങളുടെ സ്വന്തം ഗീതാൻറ്റി എന്നത് ഒരു ഇൻഡിവിജ്വൽ ആയിരുന്നില്ല, പക്ഷേ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെയായിരുന്നു ഞങ്ങൾക്ക്. ഷൊർണൂർ റോട്ടറി എന്ന സേവന സന്നദ്ധ സംഘടനയെ ഇത്രയും ജനകീയമാക്കിയത് ഗീതാൻറ്റിയുടെ ഒറ്റ കഴിവുകൊണ്ട് മാത്രമാണ്. റോട്ടറി എന്നാൽ ഒരു ഉയർന്ന അപ്പർ ക്ലാസ് ആളുകളുടേതാണ് എന്നുള്ളൊരു സങ്കല്പം മാറ്റിമറിച്ച് അത് പാവപ്പെട്ടവരുടെയും അർഹതപ്പെട്ടവരുടെയും ഒരു സംഘടന കൂടിയാണ് എന്ന് തെളിയിച്ച ഒരു വ്യക്തിപ്രഭാവം തന്നെയായിരുന്നു ഷൊർണൂർ ചെറുതുരുത്തി മേഖലയിൽ ഞങ്ങളുടെ സ്വന്തം ഗീതാൻറ്റി. ശ്രീമതി ഗീത അബ്രഹാം അവരുടെ പ്രവർത്തന മേഖല എന്ന് പറയുന്നത് വളരെ വിശാലമായിട്ടുള്ള ഒരു സ്പേസിൽ ഷൊർണൂർ നഗരസഭാ കൗൺസിൽ തൊട്ട് ഇന്ത്യൻ രാഷ്ട്രപതി ഭവൻ വരെ എല്ലാ കാര്യങ്ങളിലും ഇടപെടാൻ ഇത്രയും സ്വതന്ത്രമായി കഴിഞ്ഞിരുന്ന ഒരു പൊതുപ്രവർത്തകയാണ്. ഏതൊരു നിസ്സാര ആളുടെ കാര്യത്തിലും ഈ നാടിനെ മൊത്തം ബാധിക്കുന്ന ഒരു കാര്യത്തിലും കേരളത്തിൻ്റെ പൊതുവായ കാര്യത്തിലൊക്കെ വളരെ വ്യക്തമായ അഭിപ്രായം ഭരണാധികാരികളുടെ മുഖത്തു നോക്കി പറയാം. നല്ല കഴിവും തൻ്റെടുണ്ടായിരുന്ന ഒരു പൊതുപ്രവർത്തകൻ. ഷൊർണൂറുള്ള കുംഭാര ട്രൈബ്സിനെ അവരെ വളർത്താനും അവരുടെ ഉന്നമനത്തിനുമായിട്ട് ഷൊർണൂർ പോർട്ടേഴ്സ് വെൽഫെയർ സൊസൈറ്റി അന്ന് KR നാരായണൻ്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തിൻ്റെ പത്നി ഉഷ നാരായണൻ്റെ ആ ഒരു നേതൃത്വത്തിൽ ഷൊർണൂർ പോർട്ടേഴ്സ് വെൽഫെയർ സൊസൈറ്റി കുംഭാരന്മാർക്കായി തുടങ്ങുകയുണ്ടായി. ഇവരുണ്ടാക്കുന്ന ഈ കളിമൺ പാത്രങ്ങൾ മനോഹരമായിട്ടുള്ള ഡിസൈൻസിൽ ചെയ്ത് ഇത് എക്സ്പോർട്ട് ചെയ്ത് അങ്ങനെ ഈ ഒരു ടെറാക്കോട്ട പോട്ട്സിന് ഒരു ഗ്ലോബൽ റീച്ച് ഉഷ നാരായണൻ്റെയും അതുപോലെ തന്നെ ഷൊർണൂർ മഹിളാ സമാജം അവിടെയുള്ളവരുടെയൊക്കെ നേതൃത്വത്തിൽ ഇത് വിജയകരമായി സാധിച്ചു. ഷൊർണൂർ മഹിളാ സമാജത്തിൽ വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുകയും അവിടെയുള്ള ഒരു സ്കൂളിന് നേതൃത്വം കൊടുക്കുകയും അനേകം കുട്ടികൾക്ക് നന്മയും മൂല്യങ്ങളും ഒക്കെ പകർന്നു കൊടുക്കാനുമായിട്ട് സാധിച്ചു. അതുപോലെ തന്നെ മേരി ടീച്ചറുടെ നേതൃത്വത്തിലുള്ള ജെംസ് സ്കൂൾ അതിലും വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കാനായിട്ട് സാധിച്ചു. ഞങ്ങളൊക്കെ തന്നെ ഗീത ചേച്ചി എന്ന് വിളിക്കുന്ന ആ പ്രതിഭാസം ഈ ഷൊർണൂർ നഗരസഭ മുഴുവൻ തിളങ്ങി നിന്നിരുന്ന ഒരു വ്യക്തിയാണ്. എല്ലാ കാര്യങ്ങളിലും നഗരസഭയുടേതായ എല്ലാ പ്രശ്നങ്ങളിലും നഗരസഭയുടെ മാത്രമല്ല പൊതു താല്പര്യങ്ങളൊക്കെ മുൻനിർത്തിക്കൊണ്ട് പ്രവർത്തിച്ചിരുന്ന ഒരു വനിതയാണ്, ഒരു വനിതാ രത്നം എന്ന് തന്നെ പറയാം ഗീത ചേച്ചിയെക്കുറിച്ച്. ഗീത ചേച്ചിയെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് പ്രത്യേകിച്ച് വളരെയധികം അഭിമാനം തോന്നുകയാണ്.
സ്ത്രീ ശാക്തീകരണത്തിൽ വളരെയേറെ ശ്രദ്ധിച്ചിരുന്ന ഒരു വനിതയാണ് അവർ. ബഹുമാന്യയായ ഗീത എബ്രഹാമുമായി ദീർഘകാലത്തെ അടുത്ത ഉറ്റബന്ധമാണ് എനിക്കുണ്ടായിരുന്നത്. MP ആയിരിക്കുമ്പോൾ ഒട്ടേറെ സാമൂഹിക പ്രശ്നങ്ങളിൽ സഹകരിച്ച് പ്രവർത്തിക്കാൻ അവസരമുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ റോട്ടറി ക്ലബിൻ്റെ ഭാരവാഹി എന്ന നിലയിൽ സാമൂഹിക രംഗത്ത് സേവന പ്രവർത്തനങ്ങളിൽ ഗീത ആൻറ്റി വഹിച്ചിട്ടുള്ള പങ്ക് അവിസ്മരണീയമാണ്. അത് വിലമതിക്കാൻ കഴിയാത്തതാണ്. ഭിന്നശേഷിക്കാർക്ക് വേണ്ടി ഏറ്റവും സൗകര്യമുള്ള ഒരു റീഹാബിലിറ്റേഷൻ കേന്ദ്രം എന്ന ആശയം റോട്ടറി ക്ലബിൻ്റെ ഭാരവാഹി എന്ന നിലയിൽ അവർ കൊണ്ടുവന്നതാണ്. അത് പിന്നീട് പാലക്കാട് പാർലമെന്റ് മണ്ഡലത്തിൽ പലയിടത്തും നടപ്പിലാക്കാൻ എനിക്ക് പ്രചോദനമായി. അവരുടെ ഒരു മാതൃകയാണ് പിന്നീട് പലയിടത്തും MP എന്ന നിലയിൽ പകർത്തിയത്. എല്ലാം ഒരു ആർട്ട്, ഒരു കലയായിട്ട് കാണാൻ സാധിക്കുന്ന ഒരു വ്യക്തി ജീവിതത്തിൽ, കാഴ്ചപ്പാടുകളിൽ, ചിന്തകളിൽ, സംസാരിക്കുന്നതിൽ എല്ലാം ഒരു ആർട്ടായിട്ട്, ഒരു റിതമിക് ഫ്ലോ ആയിട്ടായിരുന്നു അമ്മയുടെ ജീവിതം. അതിൽ വീണ വായന ഏറെ പ്രിയപ്പെട്ടതായിരുന്നു. അതുപോലെ തന്നെ മോഹിനിയാട്ടം. അവിടെ വളരെ വിശ്വവിഖ്യാതമായിട്ടുള്ള കലാമണ്ഡലം അടുത്ത ഉള്ളതുകൊണ്ട് തന്നെ അവിടെയുള്ള ഫേമസ് ആയിട്ടുള്ള ഗുരുക്കന്മാർ, ഇത്രയും നല്ല ഗുരുക്കന്മാരുടെ ആ ഒരു ശിക്ഷണത്തിൽ എൻ്റെ അമ്മ മോഹിനിയാട്ടം പഠിക്കുകയും ദൂരദർശൻ നൃത്ത മണ്ഡപത്തിൽ അരമണിക്കൂർ പെർഫോം ചെയ്യുകയും ഉണ്ടായി. ഇത് 1980s അങ്ങനെ എന്തൊരു കാര്യവും 100% ഡെഡിക്കേഷനോടുകൂടി, കമ്മിറ്റ്മെൻറ്റോടുകൂടി പഠിച്ചെടുക്കാനും അത് പെർഫോം ചെയ്യാനും ഉള്ള കഴിവ് മമ്മിക്ക് ഉണ്ടായിരുന്നു. ഗീത ചേച്ചിയെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ എനിക്കൊരു 32 വർഷം മുമ്പുള്ള അന്ന് മുതലുള്ളൊരു ബന്ധമാണ് അത്. എൻ്റെ ഒരു സ്വന്തം ചേച്ചിയെ പോലെ എന്ന് അതിനേക്കാൾ ഉപരി എനിക്ക് അത്രയും വേണ്ടപ്പെട്ട, അതായത് എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു വ്യക്തി കൂടിയാണ് ഗീത ചേച്ചി. ഞാൻ ഗീത ചേച്ചിയുടെ മോള് രൂപയെ ഭരതനാട്യം പഠിപ്പിക്കാനായിട്ടാണ് ആ വീട്ടിലേക്ക് ആദ്യമായി കയറി ചെല്ലുന്നത്. അന്ന് മുതൽ ഗീത ചേച്ചിക്ക് ആ മകൾക്ക് ക്ലാസ് എടുക്കുമ്പോൾ ഗീത ചേച്ചിക്ക് ആ കലയോടുള്ള ഒരു താല്പര്യവും എല്ലാ ക്ലാസ്സിലും അടുത്ത് വന്നിരിക്കും. പിന്നെ ഞാൻ അറിഞ്ഞ് ഗീത ചേച്ചി മോഹിനിയാട്ടം പഠിച്ച് ദൂരദർശനിൽ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട് എന്നൊക്കെ ഞാൻ അന്നാണ് അറിയുന്നത്. അത്രയും കലയെ സ്നേഹിക്കുകയും അതുപോലെ തന്നെ എല്ലാ വ്യക്തികളോടും നമുക്ക് എന്തൊരു വിഷമ ഘട്ടമുണ്ടെങ്കിലും നമുക്ക് ഓടിച്ചെന്ന് നമ്മളുടെ വിഷമങ്ങൾ പറയാൻ പറ്റും. ശ്രീമതി ഗീത അബ്രഹാം അതുല്യ വ്യക്തിത്വം എന്ന പദത്തിന് തീർത്തും യോജിക്കുന്ന ഒരു വ്യക്തിത്വമായിരുന്നു. ഒരു വ്യത്യസ്തമായ വേറിട്ട വ്യക്തിത്വം തന്നെയായിരുന്നു ഗീത അബ്രഹാം. ഒരു എക്സ്ട്രാ ഓർഡിനറി പേഴ്സണാലിറ്റി എന്നൊക്കെ പറയാറുണ്ടല്ലോ, അക്ഷരാർത്ഥത്തിൽ അവരതായിരുന്നു. ഒരു പോസിറ്റീവ് എനർജി ചെന്ന് നിൽക്കുന്നിടത്തെല്ലാം വല്ലാത്തൊരു ഊർജം അങ്ങനെ പുറത്തേക്ക് വിടുന്ന, പ്രസരിപ്പിക്കുന്ന ഒരു കേന്ദ്രമായിരുന്നു അവർ. ഏത് വേദിയിൽ ചെന്നിരുന്നാലും, ഏത് സദസ്സിൽ ചെന്നിരുന്നാലും, സംസാരിക്കുന്ന സമയത്ത് ഒക്കെ കളി പറഞ്ഞും കാര്യം പറഞ്ഞും എല്ലാവർക്കിടയിലും വല്ലാത്തൊരു ആഹ്ലാദം നിറച്ചുകൊണ്ടാണ് അവർ ഒരാൾക്കൂട്ടത്തെ വിട്ടു പോകാറുള്ളത്. ആ നിലയിലുള്ള ഒരു അതുല്യ വ്യക്തിത്വം, ആ വ്യക്തിത്വത്തിൻ്റെ വിയോഗം വല്ലാത്തൊരു ഗ്യാപ്പ് ഇന്ന് ഷൊർണൂരിൻ്റെ പൊതുമണ്ഡലത്തിൽ സൃഷ്ടിച്ചു. ഫാമിലി ഇവൻറ്റ്സ് ആണെങ്കിലും പള്ളിയുടെ കാര്യങ്ങളാണെങ്കിലും എല്ലാത്തിനും അമ്മയുടേതായിട്ടുള്ള ഒരു സിഗ്നേച്ചർ സ്റ്റൈൽ ഉണ്ടായിരുന്നു. അതായത്
ഫാമിലി ഇവൻറ്റ്സ് ഒക്കെ അമ്മയ്ക്ക് തന്നെയാണ് എല്ലാ കാര്യങ്ങളും മുൻകൈ എടുക്കാനും, അതിൽ ക്വിസ് ആണെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനാണെങ്കിലും ആളുകളെ ആദരിക്കുന്നത്, പൊന്നാടിയിടലും പ്രായമായിട്ടുള്ളവരെ എല്ലാത്തിലും എൻ്റെ അമ്മയാണ് ഏറ്റവും കൂടുതൽ മുൻകൈ എടുത്തിരുന്നത്. ചർച്ച് ഇവൻറ്റ്സ്, അതുപോലെ തന്നെ കല്യാണങ്ങൾ നടത്തുന്നതിൽ ഒരു 10-40 കല്യാണങ്ങൾ അമ്മ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഏറെക്കുറെ എൻ്റെ കുടുംബത്തിലും എൻ്റെ കസിൻസും അതുപോലെ തന്നെ റിലേറ്റീവ്സ് ഇവരുടെയൊക്കെ ഇടയിലാണ്. അതൊക്കെ ഇപ്പോഴും വിജയകരമായി തുടരുന്നു. എൻ്റെ അമ്മയെ ഇപ്പോഴും ആ ഒരു രീതിയിൽ, നന്മയുള്ള രീതിയിൽ ഓർക്കുന്നു. അപ്പോൾ ഇങ്ങനെ നന്മയുടെ ഒരു ജീവിതം, അമ്മ എപ്പോഴും പല ഇൻ്റർവ്യൂസിലും പറഞ്ഞിട്ടുണ്ട്, നമ്മളൊരു ഗിവർ ആയിരിക്കണം, സെൽഫ്ലെസ് ആയിട്ടുള്ള ഗിവർ, ഒന്നും പ്രതീക്ഷിക്കാതെ കൊടുക്കണം. അപ്പോൾ ഈ കൊടുക്കുക എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു പൈസ, സാമ്പത്തികം മാത്രമല്ല, നമ്മുടെ കഴിവ്, അറിവ്, നമ്മുടെ സുഹൃത്തുക്കളുടെ ആ ഒരു കോൺടാക്ട്സ്, അതൊക്കെ എങ്ങനെ നമ്മുടെ സമൂഹത്തിൻ്റെ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും നന്മയ്ക്കും മുന്നോട്ടുള്ള ആ ഒരു പ്രോഗ്രസ്സിനായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. ഇങ്ങനെ ഏത് സമയവും ഒരു ആക്റ്റീവായിട്ട് ജീവിച്ച ഒരു വൈബ്രൻറ്റ്, ഈ പറയുന്ന പോലെ ബട്ടർഫ്ലൈ പോലെ ഉള്ള ബട്ടർഫ്ലൈ, ശരിക്കും ഞാൻ ഓർക്കുകയാണ്, ഇപ്പം ഞങ്ങളുടെ ഷൊർണൂർ വീട്ടിൽ ബട്ടർഫ്ലൈസ് ഇങ്ങനെ പാറി നടക്കുന്ന ഒരു കാഴ്ചയാണ്. അതുപോലെ തന്നെ അമ്മ ഈ ചെടികൾ നോക്കുന്നതിലാണെങ്കിലും ചെടികളെയൊക്കെ ഏറെ സ്നേഹിച്ചിരുന്നു, പ്രകൃതിയെ ഏറെ സ്നേഹിച്ചിരുന്നു. ഈ പക്ഷികൾക്ക് ഇങ്ങനെ ബേർഡ് ബാത്തും വെള്ളം വെക്കലും നെസ്റ്റും ഏറെ. Geeta Abraham was one of the most extraordinary personalities I have come across in my life. Her heart was full of love. Love for the fellow men, love for all creatures, love for the flora and fauna, love for nature. She gave everything with a full heart, and her heart wept for the suffering people always. In my 40 years of association with her, I found this love all permeate. The affection she showed to me and my wife was simply boundless. 2013 ഷൊർണൂർ റോട്ടറിയുടെ ചാർട്ടർ മെമ്പർ ആവുകയും പിന്നെ അമ്മ അതിൻ്റെ പ്രസിഡൻറ്റും അസിസ്റ്റൻറ്റ് ഗവർണർ ആവുകയും നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനായിട്ട് സാധിക്കുകയും ചെയ്തു. അതിലേറ്റവും മനോഹരമായിട്ടുള്ളത്, ഇറ്റ് വാസ് ശരിക്കും ഒരു മനോഹരമായിട്ടുള്ള പാർക്ക് ഭാരതപ്പുഴയുടെ തീരത്ത്. നമുക്കറിയാം, ഏതൊരു നാടിനും ഏതൊരു ടൗണിനും ഒരു മാസ്റ്റർ പ്ലാൻ വേണം. ആളുകൾക്ക് റിലാക്സ് ചെയ്യാനും അൺവൈൻഡ് ചെയ്യാനും കുടുംബത്തോടൊപ്പം ആസ്വദിക്കാനും കളിക്കാനും ചിരിക്കാനും ഒക്കെ. ഈ ഒരു പാർക്ക് എൻ്റെ അമ്മയുടെ കോൺസെപ്റ്റും വിഷനും സ്വപ്നമായിരുന്നു. അങ്ങനെ അത് നടപ്പിലാക്കി ഇന്ന് ഏറെ ആളുകൾ ഭാരതപ്പുഴയുടെ തീരം സന്ദർശിക്കുമ്പോൾ സായാഹ്ന സവാരിക്കായിട്ടും ആ ഇളം കാറ്റ് കൊള്ളാനും ഭാരതപ്പുഴയുടെ തീരത്ത് നനയാനും ഒക്കെ അവിടെ സന്ദർശിക്കുമ്പോൾ ഈ പാർക്ക് ഏറ്റവും കൂടുതൽ സ്ത്രീകളും കുട്ടികളും അത് ഉപയോഗിക്കുകയും ആസ്വദിക്കുകയും ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ റോട്ടറിയുടെ നേതൃത്വത്തിൽ ഇങ്ങനെ മനോഹരമായിട്ടുള്ളൊരു പാർക്ക് കൊണ്ടുവരാൻ സാധിച്ചു. അതുപോലെ തന്നെ അമ്മയുടെ നേതൃത്വത്തിൽ നിരവധി പ്രശസ്തരായിട്ടുള്ള വ്യക്തികൾ റോട്ടറിയുടെ വിവിധ പരിപാടികളിൽ ചീഫ് ഗസ്റ്റായിട്ട് വരുവാൻ സാധിച്ചു. അതിൽ നമ്മുടെ ബഹുമാനപ്പെട്ട ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, അതുപോലെ തന്നെ മെട്രോമാൻ ഇ ശ്രീധരൻ, അങ്ങനെ നിരവധി. ഇപ്പോൾ അവസാനം അമ്മ മരിക്കുന്ന ആ വർഷം ശരിക്കും ഒരു 3 മാസം മുൻപാണ് നമ്മുടെ കൗഡിയാർ പാലസിലെ അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മി ബായ് അവിടെ ഒരു റോട്ടറി ഇൻസ്റ്റലേഷൻ പരിപാടിക്ക് വന്നു. അവിടെ ഞങ്ങളുടെ ഷൊർണൂർ വീട്ടിൽ താമസിച്ചു. അങ്ങനെ ഏറെ മറ്റുള്ളവരെ സ്വീകരിക്കാനും നല്ല ഒരു ഹോസ്പിറ്റാലിറ്റി ഉള്ള ഒരു വ്യക്തിയായിരുന്നു. അങ്ങനെയാണ് ശരിക്കും KR നാരായണൻ പോലുള്ള സൗഹൃദങ്ങൾ
അവിടുത്തെ ശരിക്കും ഇപ്പോൾ അന്തരിച്ച യശശരീരനായിട്ടുള്ള നമ്മുടെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി എൻ്റെ അമ്മയുടെ കസിനാണ്. ഋഷിരാജ് സിംഗ് IAS IPS ലെവലിൽ നിന്നൊക്കെ പോയറ്റ്സ്, അങ്ങനെ നിരവധി സൗഹൃദങ്ങൾ, അതൊക്കെ ഈ ഒരു റോട്ടറിയുടെ പ്രോജക്ട്സിനൊക്കെ ആയിട്ട് അവരൊക്കെ പങ്കാളികളായി അങ്ങനെ ഏറ്റവും കളർഫുള്ളും മനോഹരമാക്കാനായിട്ട് സാധിച്ചു. റോട്ടറി ക്ലബ്ബ് സംഘാടനത്തിലൂടെ മികവ് തെളിയിച്ച് സംസ്ഥാന നേതൃനിരയിലേക്ക് റോട്ടറി നേതാക്കളിൽ ഒരാളായിട്ട് മാറി എന്ന് മാത്രമല്ല, ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഇത്രമാത്രം സജീവമായി ഇടപെട്ട നമ്മുടെ നാട്ടിലെ സാധാരണക്കാർക്ക്, വേദനിക്കുന്നവർക്ക് അത്താണിയും തണലുമായി മാറാൻ ഗീത എബ്രഹാമിന് സാധിച്ചു. ഈ ഉമ്മൻചാണ്ടിയായിട്ടുള്ള സൗഹൃദവും ഞങ്ങളുടെ ഫാമിലിക്ക് ഏറെ ഒരു അനുഗ്രഹമായിരുന്നു. കേരളത്തിന്റെ തനിമയായ ആ തൊപ്പിയും ആ ഇതും ഒക്കെ ധരിച്ച് നമ്മുടെ ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി അവர்கள் നിങ്ങളോട് അഭിസംബോധന ചെയ്യുന്നതായിരിക്കും പിന്നീട്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പ്രിയ പത്നി ബാവ നിങ്ങളോട് സംസാരിക്കും 2 വാക്ക്. അതുപോലെ മകൻ ഉമ്മൻചാണ്ടി ചാണ്ടി മോൻ ഇവിടെ പുലിയായിട്ട് നിപ്പുണ്ട്. ശരിക്കും ഉമ്മൻചാണ്ടി യാത്രയായ ആ സമയത്ത് അമ്മ പുതുപ്പള്ളി പോയി ഉമ്മൻചാണ്ടിയുടെ കല്ലറയൊക്കെ വിസിറ്റ് ചെയ്യുകയും അദ്ദേഹത്തിൻ്റെ മകൻ ചാണ്ടിയായിട്ട് സംസാരിക്കുകയും ഒക്കെ ചെയ്തായിരുന്നു. അത്രയ്ക്കും ഒരു അടുപ്പം കാത്തു സൂക്ഷിച്ചിരുന്നു. ഞാൻ ഈ നിമിഷം ഓർക്കുകയായിരുന്നു, അമ്മ മരിച്ചുപോയ ഒരു സമയത്ത് ചാണ്ടി അവിടെ വരികയും ഒക്കെ എല്ലാ കാര്യങ്ങളും ഏറെ സ്നേഹത്തോടു കൂടി. അപ്പം അങ്ങനെ ബന്ധങ്ങൾ, റിലേഷൻഷിപ്സ് വളരെയധികം കാത്തു സൂക്ഷിച്ച ഒരു വ്യക്തിത്വമായിരുന്നു. ഷൊർണൂർ മയിൽവാഹനം ബസിൻ്റെ ആ കുടുംബത്തിൽപ്പെട്ട ഗീത എബ്രഹാം അവർ വലിയൊരു സാമൂഹ്യ പ്രവർത്തകയായിരുന്നു. വലിയ സമ്പന്ന കുടുംബത്തിലാണ് ജീവിച്ചതെങ്കിലും സാധാരണ ജനങ്ങളോട് വലിയ രീതിയിലുള്ള സ്നേഹവും അവരുടെ ജീവിതം മെച്ചപ്പെടുത്തണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടുള്ള സാമൂഹ്യ പ്രവർത്തനത്തിലും മുഴുകിയിരിക്കുന്ന സന്ദർഭത്തിലാണ് അവർ വേർപെട്ടു പോയത്. തീർച്ചയായിട്ടും സമൂഹത്തോട് നല്ല ഉത്തരവാദിത്വവും പ്രതിബദ്ധതയും ഉണ്ടായിരുന്ന ഒരു സാമൂഹ്യ പ്രവർത്തക കൂടിയായിരുന്നു ഗീത. ഞാൻ MLA ആയുള്ള സമയത്ത് ആ കാലഘട്ടത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ കേരളത്തിൽ ഉണ്ടായ ഒരു സമയം കൂടിയായിരുന്നു. അപ്പോഴാണ് ഗീതേച്ചിയുമായി പരിചയപ്പെടാനും അടുത്ത് ഇടപഴകാനും ഉള്ള അവസരം ഉണ്ടായത്. ഇവിടെ ആ കാലഘട്ടം എന്ന് പറഞ്ഞാൽ പ്രളയം, കോവിഡ്, നിപ്പ ഇങ്ങനെ വിവിധ തരത്തിലുള്ള ഭീഷണികൾ ഉണ്ടായിരുന്നൊരു സമയമാണ്. ആ സമയത്ത് ജനങ്ങൾക്ക് വേണ്ട സഹായം ചെയ്തു കൊടുക്കുന്ന കാര്യത്തിൽ ഞങ്ങൾ എന്തൊക്കെ ചെയ്യാൻ കഴിയാമെന്ന് ആലോചിക്കുമ്പോഴാണ് നമ്മുടെ ഷൊർണൂർ റോട്ടറി ക്ലബ്ബ് അന്ന് അതിൻ്റെ പ്രസിഡൻറ്റ്, പിന്നീട് പ്രസിഡൻ്റായ രവിയേട്ടൻ മുഖാന്തരമാണ് പരിചയപ്പെടുന്നത്. അങ്ങനെ പരിചയപ്പെട്ടപ്പോൾ തൊട്ടടുത്ത വളരെ ഒരു കുടുംബത്തെ അംഗത്തെ പോലെയാണ് അവർ പെരുമാറ്റം ഉണ്ടായത്. അപ്പോൾ പിന്നെ ഓരോ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഞങ്ങളാൽ കഴിയുന്ന എന്ത് വേണമെങ്കിലും ഞങ്ങൾ ചെയ്യാം എന്ന രീതിയിലാണ് പറഞ്ഞ്, വളരെ യങ്ങാണ്, ഇങ്ങനെ ചെറിയ പയ്യനെ പോലെ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു, തമാശ ചെയ്താണ് പറഞ്ഞത്. ഞാൻ 6ാം ക്ലാസ് മുതൽ പഠിച്ച സ്കൂളാണ് സെൻറ്റ് തെരേസ് ഹൈസ്കൂൾ ഷൊർണൂർ. അപ്പോൾ അവിടുത്തെ ഇപ്പോഴത്തെ HM സിസ്റ്റർ ലിസ ജേക്കബായിട്ടും അമ്മ നല്ലൊരു കോണ്ടാക്റ്റ്, ഒരു ഫ്രണ്ട്ഷിപ്പ് കാത്തു സൂക്ഷിച്ചിരുന്നു. അങ്ങനെ ശരിക്കും ഓഗസ്റ്റിൽ സ്ഥാപിച്ചതാണ് ആ ഒരു ഗാന്ധിജിയുടെ പ്രതിമ, മൈ ലൈഫ് ഈസ് മൈ മെസ്സേജ് എന്നുള്ളത്. എൻ്റെ ജീവിതം തന്നെയാണ് എൻ്റെ സന്ദേശം. അതുപോലെ തന്നെ അമ്മയുടെ ആ 70ാം പിറന്നാൾ സപ്തതി ആഘോഷിച്ചത് അവിടെ സെൻറ്റ് തെരേസ് സ്കൂളിന് ഒരു മിയാവാക്കി ഗാർഡൻ സമർപ്പിച്ചുകൊണ്ടാണ്, 70 ചെടികൾ നട്ടുകൊണ്ടാണ്. അങ്ങനെ ഓരോ കാൽവെപ്പിലും ശരിക്കും പ്രകൃതിയോടാണെങ്കിലും ഒക്കെ ഒരു കമ്മിറ്റ്മെൻറ്റ് കാണിച്ച ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ കോൺവെൻറ്റിനോടും സിസ്റ്റേഴ്സിനോടും ഒക്കെ ഏറെ സ്നേഹവും താല്പര്യവും കാണിച്ചിരുന്നു. ശ്രീമതി ഗീത എബ്രാഹത്തിനെ ഞാൻ എന്നും
നിറപുഞ്ചിരിയോടെ മാത്രമേ കണ്ടിട്ടുള്ളൂ. ചുരുങ്ങിയ മാസങ്ങളിലെ സൗഹൃദത്തിനുള്ളിൽ ഒരു സ്വന്തമെന്ന പോലെ സ്വീകരിക്കാനും സ്വന്തമെന്ന പോലെ എല്ലാവരെയും കാണാനും തുനിഞ്ഞ ഒരു വ്യക്തി. നാട്ടുകാരെയും വീട്ടുകാരെയും ഒരുപോലെ കണ്ട്, ഒരുപോലെ സ്നേഹിച്ച്, ഒരുപോലെ സൗഹൃദം പുലർത്തി മുന്നോട്ട് നീങ്ങിയ ഒരു വ്യക്തി. ശ്രീമതി ഗീതയായിട്ട് 10-40 കൊല്ലമായിട്ട് വളരെയധികം അടുത്ത പരിചയമാണ്. ശ്രീ KR നാരായണൻ്റെ പത്നി ശ്രീമതി ഉഷാ നാരായണൻ ഞങ്ങളോടൊക്കെ പറഞ്ഞു, ഇവിടെ വനിതകൾക്കായി എന്തെങ്കിലും നിങ്ങളൊക്കെ ചെയ്യണം പറഞ്ഞു. ഞങ്ങൾക്ക് അതിൻ്റെ ഐഡിയാസ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അവർ പറഞ്ഞത് കാരണം ഞങ്ങളിവിടെ ഷൊർണൂരും ഒറ്റപ്പാലത്തുമൊക്കെ കരുണ വർക്കിംഗ് വിമൻസ് ഹോസ്റ്റൽ എന്ന പേരിൽ ഞങ്ങൾ ഹോസ്റ്റലുകളൊക്കെ നടത്തി. എല്ലാ നിർദ്ദേശങ്ങളും ശ്രീമതി ഉഷാ നാരായണൻ്റെ നേതൃത്വത്തിലാണ് ഞങ്ങൾ ചെയ്തത്. അതിൽ ഗീത ഷൊർണൂരിലെ വികസന പ്രവർത്തനങ്ങളിൽ ഈ വനിതാ ഹോസ്റ്റലിൽ അത് മാത്രമല്ല, സാധാരണ കുട്ടികൾക്ക് പഠിക്കാനുള്ള സ്കോളർഷിപ്പ്, അങ്ങനെ എത്രയോ സേവനങ്ങളാണ് ചെയ്തു വച്ചിട്ടുള്ളത്. ഗീതയുടെ സേവനങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ അതിനൊരു അവസാനമില്ല. അതുപോലെ തന്നെ ഞങ്ങളുടെ ഷൊർണൂർ ഇമ്മാനുവൽ മർത്തോമ ചേർച്ച്, ആ പള്ളിയിലുള്ള ആർക്കും എൻ്റെ അമ്മയെ മറക്കാൻ സാധിക്കത്തില്ല. കാരണം ഞാൻ വളരെ വ്യക്തമായിട്ട് ഓർക്കുന്നു അമ്മയുടെ ആ ഒരു മരണസമയത്ത് അവിടുത്തെ പള്ളിയിലെ അച്ഛൻ റെവറൻഡ് ബിനു എബ്രഹാം പറഞ്ഞ വാക്കുകളാണ് എൻ്റെ ഓർമ്മയിൽ ഇപ്പോഴും തെളിഞ്ഞു നിൽക്കുന്നത്. ആ ശബ്ദം നിലച്ചു. അപ്പോൾ ഒരുപാട് പേര് പല അവരുടേതായിട്ടുള്ള ഓർമ്മകൾ പങ്കിടുകയുണ്ടായി. പക്ഷെ അമ്മയെ ഒറ്റ വാക്കിൽ പറയാൻ സാധിച്ചത് അച്ഛനാണ് എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. കാരണം അമ്മ എല്ലാ രീതിയിലും, അമ്മയുടെ വോയിസ് വളരെ വ്യത്യസ്തമായിരുന്നു, വളരെ ലൗഡായിരുന്നു. എവിടെയാണെങ്കിലും അമ്മ അവിടെ ഉണ്ട് എന്ന് തിരിച്ചറിയാൻ സാധിക്കും. അത്രയ്ക്ക് ലൈവ്ലി ആയിരുന്നു. അപ്പോൾ പള്ളിയുടെ ഈവൻ വാക്കുകളൊക്കെ വായിക്കുന്ന സമയത്തും നമ്മൾ നമ്മുടെ ആ ഒരു ബുക്ക് നോക്കി പള്ളിയുടെ ആ ഒരു സ്ക്രിപ്ചറൊക്കെ വായിക്കുന്ന സമയത്തും അച്ഛൻ അവിടെ കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുൻപും അമ്മ അങ്ങ് കംപ്ലീറ്റ് ചെയ്യും. അത്രയും ഒരു ഫാസ്റ്റുമായിരുന്നു, എല്ലാ കാര്യത്തിലും നല്ല സ്പീഡുമായിരുന്നു. പാട്ടുകളൊക്കെ ഏറ്റവും ഉച്ചത്തിലാണ് പാടിയിരുന്നത്. അപ്പോൾ അത്രയും ആക്റ്റീവായിട്ട് പള്ളിയുടെ കാര്യത്തിൽ ഒക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നു. അവരുടെ കൊയറിലാണെങ്കിലും ക്രിസ്മസിൻ്റെ പ്രോഗ്രാംസിന് നേതൃത്വം കൊടുക്കുന്ന കാര്യത്തിലാണെങ്കിലും, അതുപോലെ തന്നെ അവിടെ ഷൊർണൂർ TV-ക്ക് വേണ്ടി ഒരു കേക്ക് മിക്സിംഗ് പരിപാടി, എല്ലാത്തിലും അമ്മയുടേതായിട്ടുള്ള ഒരു ടച്ച് ഉണ്ടായിരുന്നു. ഗീതാ ആൻറ്റിയുടെ പ്രവർത്തനങ്ങളെപ്പറ്റി വിലയിരുത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പ്രത്യേകിച്ച് അതിനൊരു പ്രത്യേക ഉദാഹരണമാണ് ഇടവക തലത്തിലും മറ്റ് സാമൂഹിക തലത്തിലും കഴിഞ്ഞ വർഷങ്ങൾ ഗീതാ ആൻറ്റിയിൽ ലഭിച്ചതായ സേവനങ്ങൾ ഒക്കെയും മനസ്സിലാക്കുമ്പോൾ അത് വലിയ ഒരു അമൂല്യമായ സംഗതിയായിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പ്രത്യേകിച്ച് വ്യക്തിപരമായ ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുവാൻ എപ്പോഴും ഗീതാ ആൻറ്റി ശ്രമിച്ചിരുന്നു. ഞാൻ നിലമ്പൂരിൻ്റെ പ്രദേശത്തു നിന്നും ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയി വരുന്ന ആ യാത്രവേളയിൽ ഗീതാ ആൻറ്റിയുടെ ഫോൺ കോൾ എനിക്ക് വന്നു. ഞാൻ ഗീതാ എബ്രഹാമാണ്, സേവ്യ സംഘത്തിൻ്റെ സെക്രട്ടറിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, അപ്പോൾ അത്രമാത്രം ഒരു ബന്ധം ഊട്ടിയുറപ്പിക്കാൻ തക്കവണ്ണം ഗീതാ ആൻറ്റിയുടെ വാക്കുകൾ ഗീതാ ആൻറ്റി എപ്പോഴും ശ്രമിച്ചിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുക, പാവപ്പെട്ടവനൊന്നോ പണക്കാരനൊന്നും ഇല്ലാതെ എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കാൻ കഴിവുള്ളൊരു വ്യക്തിയായിരുന്നു ഗീത കൊച്ചമ്മ. ആരെയും ഗീത കൊച്ചമ്മയുടെ അടുത്ത് ചെന്ന് ആരെയും വെറുകൈയോടെ വിടത്തില്ലായിരുന്നു. എല്ലാവരും എനിക്കൊക്കെ ഒരുപാട് ചീത്ത കേട്ടിട്ടുണ്ട്, പക്ഷെ അത് മനസ്സിൽ വെച്ചുകൊണ്ടുള്ളതല്ല. അത് അപ്പം പറഞ്ഞു അപ്പം തീർന്നു, പിന്നെ അത് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുക. മനസ്സിലൊന്ന് കരുതി പുറമേ ഒന്ന് കാണിക്കുന്ന ശീലം ഗീത കൊച്ചമ്മയ്ക്കില്ലായിരുന്നു.
കടലിലൊക്കെ പോയി പട്ടം പറപ്പിക്കുന്നത്, കൈറ്റ് പറപ്പിക്കുന്നത് ഏറെ ഇഷ്ടമുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പം അങ്ങനെ ഒരു മനസ്സുകൊണ്ടും തന്നെ വളരെയധികം യുവത്വവും ഒരു ചൈൽഡ്, ഒരു കുട്ടിയുടെ ഒരു മനസ്സ് കാത്തു സൂക്ഷിക്കും. ഞാൻ എവിടെ പോയാലും പട്ടം പിടിക്കും. എനിക്കിപ്പോഴും പട്ടം പിടിക്കും. ആലപ്പുഴ പോയാൽ ഞാൻ പട്ടം പറപ്പിക്കും. കാരണം അവിടെയൊക്കെ എപ്പോഴും വിചാരമുണ്ട് കടലിൻ്റെ അവിടെ. അപ്പോൾ ഞങ്ങളൊക്കെ മേടിച്ച് പിള്ളേരും അവിടെ ഒത്തിരി പിള്ളേർ കാണും, അവരുടെ കൂടെ കളിക്കും. നമുക്ക് അതൊരു രസമാണ്. സ്വീകരിച്ച് നമുക്ക് ഈ ഷൊർണൂരിന് തന്നെ ഒരു എന്താണെന്നാ പറയുക, ഒരു അക്ഷയപാത്രം തന്നെയായിരുന്നു. ഷൊർണൂരിൻ്റെ ഒരു അക്ഷയപാത്രമായിരുന്നു ഈ ഗീത എബ്രഹാം എന്ന് പറയുന്ന ഗീത ചേച്ചി. എന്ത് തന്നെ ചെന്ന് ചോദിച്ചാലും മാത്താമ്പാൻ ചേട്ടൻ നമുക്ക് എന്താ പുഷ്പലത ഇരിക്കുകയെന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്തു തന്ന് നമ്മളെ മുന്നോട്ട് നയിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾ എന്ത് വേണമെങ്കിൽ വന്ന് പറഞ്ഞോ, നമുക്ക് തരാൻ പറ്റാവുന്നതാണെങ്കിൽ ഞങ്ങൾ തരും. പറ്റാത്ത ഒരു കാര്യം ഉണ്ടായിട്ടില്ല. ഞാൻ എന്ത് തന്നെ ചെന്ന് ചോദിച്ചാലും എൻ്റെ സ്വന്തം ആവശ്യങ്ങൾക്ക് പോലും ഗീത ചേച്ചി എനിക്ക് ഉപകാരം ചെയ്തിട്ടേ ഉള്ളൂ. എനിക്ക് ഗീത ചേച്ചിയുടെ കാര്യങ്ങൾ ഓർക്കും തോറും വളരെയധികം വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഇതുപോലെ മാത്രമല്ല, ഞങ്ങൾക്ക് കൗൺസിലറായിരിക്കുന്ന സമയത്ത് ഗീത ചേച്ചി ഒരു ഓണത്തിന് ഞങ്ങൾക്ക് ഓണപ്പുടവ അടക്കം തന്നിരുന്നു. അത് ഞാനും പിന്നെ ചെയർപേഴ്സണും പിന്നെ ഒരു കൗൺസിലർ ശോഭ എന്ന് പറയുന്ന ആൾക്കും 3 പേർക്കും തന്നിരുന്നു. മയിൽവാണത്തെ എത്രത്തോളം അവർ ജനകീയമാക്കുന്നതിലും ഇല്ലെങ്കിൽ അവർ നന്മകൾ പകരുന്നതിലും മയിൽവാണത്തിന് കൊടുക്കുന്ന ഒരു നന്മകളുണ്ടല്ലോ. മയിൽവാനം എന്ന് പറഞ്ഞ ഷൊർണൂരെ സംബന്ധിച്ചിടത്തോളം ഗീത എബ്രഹാം തന്നെയാണ്. മയിൽവാണത്തിൻ്റെ ഒരു നന്മ ആ ഗ്രൂപ്പിൻ്റെ ഇല്ലെങ്കിൽ ആ തറവാടിൻ്റെ നന്മ ഗീത എബ്രഹാം എന്ന് ഞങ്ങൾ ചിന്തിക്കുന്ന ഒരു അവസ്ഥയാണ് ഞങ്ങൾ ഷൊർണൂരെ സംബന്ധിച്ചോളം. അവർ അത്രത്തോളം വലിയ കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്. അതൊന്നും എടുത്ത് പറയാൻ പറ്റില്ല. കാരണം അതിൽ മേലെയാണ് അവരുടെ കുറേ പ്രവർത്തനങ്ങൾ. നമ്മുടെ ഗീത ചേച്ചിയുടെ തൊട്ട അടുത്ത വീട്ടിലത്തെ നൈബറാണ്. എൻ്റെ പേര് ശാന്തി. ഗീത ചേച്ചി എന്ന് പറഞ്ഞാൽ എനിക്ക് എന്താ പറയണ്ടതെന്ന് അറിയില്ല. അത്ര അടുപ്പമുള്ളൊരു വീട്ടിലത്തെ ഏറ്റവും അടുപ്പമുള്ള ഒരാളുടെ മാതിരിയാണ്. എന്നും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു 4-5 പ്രാവശ്യം വിളിക്കും. എന്ത് ഭക്ഷണം ഉണ്ടാക്കുകയാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കും. പിന്നെ എന്താ പറയുക, എൻ്റെ എല്ലാ വളർച്ചയിലും തളർച്ചയിലും ഒപ്പം നിന്ന ഒരാളാണ്. എൻ്റെ എന്ത് സന്തോഷം ഉണ്ടെങ്കിലും ഞാൻ പങ്കിടും. അതുമാതിരി എന്ത് സങ്കടം വന്നാലും എനിക്ക് ഗീത ചേച്ചിയാണ് പറയാനുള്ളത്. അതിനെല്ലാത്തിനും സൊല്യൂഷനുണ്ട് ഗീത ചേച്ചിയുടെ കയ്യിൽ. ശാന്തി ഒന്നും ഭയപ്പെടണ്ട, ഞാൻ അതൊക്കെ ദൈവം എനിക്ക് നേർവഴി കാണിച്ചു തരുമെന്ന് പറഞ്ഞ് എന്നെ ഇങ്ങനെ വളർത്തി കൊണ്ടുവന്നത് എൻ്റെ ചേച്ചിയമ്മയാണ് എൻ്റെ ഗീത ചേച്ചി. എൻ്റെ മനസ്സിൽ ആദ്യം വന്ന ഒരു അമ്മയുടെ ഈ ഒരു ജീവിതത്തിന് കൊടുക്കുന്ന ഒരു തലക്കെട്ട്, ടൈറ്റിൽ എന്ന് പറയുന്നത് തന്നെ ഈ ഒരു കായലിൽ നിന്ന് നദിയിലൂടെ കടലിലേക്ക് എന്ന് തന്നെയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കടലിനെ ഏറെ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ്. കായൽ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ വേമ്പനാട് കായൽ, ആലപ്പുഴയിൽ നിന്നാണ് വരുന്നത്. അവിടുന്ന് നേരെ ഭാരതപ്പുഴ നിലയുടെ തീരത്ത് 48 വർഷം, അവിടുന്ന് നേരെ കടൽ, സ്വർഗത്തിലേക്ക്. അത്രയധികം ആത്മീയതയുടെ വേരുകൾ ഉള്ള ഒരു വ്യക്തിത്വമായിരുന്നു. എല്ലാ ദിവസവും ബൈബിൾ വായിക്കുകയും, അതെൻ്റെ ഒരു ഓർമ്മയിൽ എൻ്റെ അച്ഛൻ്റെ അമ്മ സമ്മാനിച്ച ബൈബിളാണ്. ആ ബൈബിളാണ് ഏറെ സ്നേഹത്തോടുകൂടിയും ഏറെ ഇഷ്ടത്തോടുകൂടിയും നിരന്തരം വായിക്കുക മാത്രമല്ല, അത് പഠിക്കുകയും അത് പ്രസംഗത്തിലൂടെ പറയുകയും ചെയ്ത് അങ്ങനെ ഒരു പ്രവർത്തിച്ച, താൻ എന്താണ് ചിന്തിക്കുന്നത് അത് പ്രവർത്തിക്കുകയും ചെയ്ത ഒരു വ്യക്തിത്വം. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു കായലിൽ നിന്ന് നദിയിലൂടെ കടലിലേക്ക് ശരിക്കും അമ്മയുടെ ആ ഒരു ജീവിതം അനേകം പേർക്ക് അതൊരു ഇൻസ്പയറിംഗ് ആവുകയും അനേകം പേരുടെ ഹൃദയത്തിൽ മരണശേഷവും ജീവിക്കാൻ സാധിക്കുന്നത്, എനിക്കിതാണ് പറയാനുള്ളത്. ഹീറോസ് ആർ റിമെമ്പേർഡ് ബട്ട് ലെജൻഡ്സ് നെവർ ഡൈ. അവരൊരിക്കലും മരിക്കുന്നില്ല, അവരെക്കുറിച്ച് മരണശേഷവും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അനേകം പേരുടെ ഹൃദയങ്ങളിൽ ജീവിക്കാനുള്ള ആ ഒരു അവസരം ഒരുക്കിക്കൊണ്ട് ഒരുപാട് ഓർമ്മകളും ഒരുപാട് നല്ല നല്ല കഥകളും പറയാനിടയായി നമ്മൾ ജീവിക്കണം. അപ്പോഴാണ് നമ്മൾ നല്ലൊരു കഥയാവുന്നത്. കനിവായി തന്നതല്ലേ ഈ ജന്മം, എൻ കരളിൽ ഞാൻ കാക്കും
ഒരു നിധിയായി നിന്നെ നിറവോടെ കരുതും, പിരിയാതെ നിന്നെ ദൈവം കനിവായി തന്നതല്ലേ ഈ ജന്മം.